ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത്രയും ചേരുവകൾ കൂടി ചേർത്ത് ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ലഭിക്കും. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യമായി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കാം. ഇതിലേക്ക് 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 1 ടീസ്പൂൺ പട്ട ജാതിക്ക പൊടിച്ചത്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. അടുത്തതായി 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായി 1 ടീസ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ കട്ട തൈര്, 1 ചെറുനാരങ്ങ നീര്. ഇത്രയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമെങ്കിൽ 1-2 തുള്ളി വെള്ളം കൂടി ചേർത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ കുഴച്ചെടുക്കാം. ഈ രീതിയിൽ ചിക്കൻ ഫ്രൈ ചെയ്യുകയാണെങ്കിൽ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചിക്കൻ ഫ്രൈ ലഭിക്കും. ഇതാ ഇവിടെ ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായ പേസ്റ്റ് റെഡിയായിട്ടുണ്ട്. ഇതിലേക്ക് കഴുകി മാറ്റി വച്ചിരുന്ന ചിക്കൻ ചേർത്ത് നന്നായി പുരട്ടിയെടുക്കാം. ഇവ പുരട്ടിയെടുത്ത ശേഷം 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ സൂക്ഷിക്കേണ്ടതാണ്. ഇതാ ഇവിടെ എല്ലാം ചിക്കനും പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇവ ഒരു 3 മണിക്കൂർ സമയം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 3 മണിക്കൂർ സമയം ഇത് ഫ്രിഡ്ജിൽ നിന്നും എടുത്ത ശേഷം ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഇതാ ഒരു കടായി വെച്ച് എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓരോ പീസായി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് 5 മിനിറ്റ് സമയം വേവിച്ചെടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം. ഇതാ ഒരു വശം മൊരിഞ്ഞു വരുമ്പോഴേക്കും അതിനെ തിരിച്ച് ഇട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ചുമിട്ട് നന്നായി മൂപ്പിച്ച് വേവിച്ചെടുക്കാം. രുചികരമായ ചിക്കൻ ഫ്രൈ റെഡിയായിട്ടുണ്ട്. ഇവ എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. അങ്ങനെ രുചികരമായ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വെറൈറ്റി വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ.